ദൈവത്തിന് മഹത്വം. ഈ അവസരം ദൈവം ഒരുക്കി തന്ന കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒപ്പം ക്രൈസ്റ്റ് ബ്ലസ് ചാനലിനും നന്ദി പറയുന്നു. എൻ്റെ അനുഭവ സാക്ഷ്യം ചുരുക്കത്തിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വിശ്വാസം വന്നിട്ട് 30 വർഷം തികഞ്ഞ് പല കഷ്ടങ്ങളിലൂടെ എല്ലാം കടന്നു വന്നു. എന്നാൽ ഇതുവരെയും ദൈവം നിർത്തി പ്രതികൂലത്തിൻ്റെ മധ്യയല്ല. വിശ്വാസത്തെ കടന്നു. ഞാൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അവിടെ പ്രവർത്തനവും അവിടെ യൂണിറ്റിൽ വായനയും അങ്ങനെയൊക്കെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്ന സമയമാണ്. എന്നാൽ ഭവനത്തിൽ പല പ്രതികൂലങ്ങളും തന്നെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സമയത്ത് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ ഇരുന്ന് ഭാരപ്പെട്ട സമയമുണ്ടായിരുന്നു. ശാരീരികമായി അതോടനുബന്ധിച്ച് രോഗങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പ്രത്യേകിച്ച് സാധാരണ കുടുംബത്തിൽ വരുന്നത് പോലെയുള്ള വിഷമങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്. എൻ്റെ ഭർത്താവ് അന്നൊക്കെ മദ്യപാനത്തിൻ്റെ അവസ്ഥയൊക്കെ ആയിരുന്നു. പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അത് മുഖാന്തരം എൻ്റെ മാനസികമായി മനസ്സ് ഭയങ്കരമായ തകർച്ചയിലായി, ഹൃദയം മുറിഞ്ഞ അവസ്ഥയിൽ ഞാനായി. എന്നുവെച്ചാൽ ഉറങ്ങുമ്പോൾ ഒരു ചെറിയ ശബ്ദം കേട്ടാലും എൻ്റെ ഹൃദയം നൊന്തെണീക്കുന്ന, വേദനിച്ചെണീക്കുന്ന ഒരു അനുഭവം. പക്ഷേ എൻ്റെ ഭർത്താവ് ഇഷ്ടം പോലെ സ്ഥലത്ത് ഡോക്ടർമാരെല്ലാം കൊണ്ട് കാണിച്ചു. എൻ്റെ ഹൃദയം മുറിഞ്ഞിരിക്കുന്ന അനുഭവം എനിക്കറിയായിരുന്നു. ആ അനുഭവത്തിൽ നിന്ന് പുറത്തു വരാനായിട്ടൊന്നും കഴിയാതെ വണ്ണം ഭാരപ്പെട്ട് നിത്യരോഗിയായി 7 മാസം തുടർച്ചയായി രോഗിയായിരുന്ന സമയത്ത് തങ്കയം പാസ്റ്റർ എന്ന് പറയും, ഒരു പാസ്റ്റർ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. അതിനുശേഷം ഞാൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അവിടെ ഒരു ധ്യാനം നടക്കുകയായിരുന്നു. മാത്യു ബ്രദർ എന്ന് പറഞ്ഞൊരു ബ്രദർ വന്ന് ധ്യാനം നടത്തി. പക്ഷെ എല്ലാവരും കൂടെ എന്നെ കൊണ്ടുപോയി രോഗസൗഖ്യമാവുന്നുണ്ട് കൊണ്ടുപോയി. അവിടെ രോഗസൗഖ്യമായില്ല. പക്ഷെ അവിടെ ഒരു വചനം എനിക്ക് കേൾക്കുവാനായി തോന്നുന്നു. ഒന്നാമതായി അവൻ്റെ രാജ്യത്തെ നീതിയെയും കുറിച്ച് അന്വേഷിപ്പിൻ, അതോടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പുറകെ കിട്ടുമെന്നുള്ള ഒരു വചനം അവിടെ പറഞ്ഞു. അതെൻ്റെ ജീവിതത്തിൽ ഞാനങ്ങ് ഏറ്റെടുത്ത് മുന്നോട്ട് കടന്നു വന്നു. അന്ന് എനിക്ക് സൗഖ്യമൊന്നും കിട്ടിയില്ല. അനേറെ സൗഖ്യം പ്രാപിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ അന്ന് മുതൽ വന്ന് ദൈവത്തെക്കുറിച്ചുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ കടന്നു വന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ തങ്കയം പാസ്റ്റർ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അമ്മ രക്ഷിക്കപ്പെട്ടതാണ്. അവർ വിളിച്ചു കൊണ്ടുവന്നു പ്രാർത്ഥിച്ച് എന്നോട് ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി. യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ, ഒരു ദൈവ പൈതലായി ജീവിപ്പാൻ കൃതമാണ്, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്നീ 3 കാര്യം എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാനത് എൻ്റെ മരണാവസ്ഥ, ഞാനെന്ന് വെച്ചാൽ മരണവും ഞാനും വേണ്ടിയിട്ട് അടുത്തിരുന്ന ഒരു സമയം. ആ സമയത്ത് ഇത് കിട്ടിയപ്പോൾ ഞാൻ അത് തന്നെ പിടിച്ച് അത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പാസ്റ്റർ പറഞ്ഞു, ഇന്നോട്ട് പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടന്നു. അതുപോലെ ഞാൻ അന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കഷ്ടതയിൽ എൻ്റെ അമ്മയാണ് കൂടെ നിന്നത്, അവനെ നോക്കിയതെല്ലാം. അങ്ങനെ അമ്മ രാവിലെ അങ്ങ് ഭവനത്തിൽ പോകും, ഞാൻ ഒറ്റയ്ക്കാം. അപ്പോൾ ഞാൻ ഭവനത്തിൽ നിന്ന് ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാനുള്ള ഒരു കഴിവ് ദൈവം അപ്പോൾ എനിക്ക് തന്നു. അതുവരെ ഇല്ലാത്തൊരു കൃപ ദൈവം തന്നു. പ്രാർത്ഥിച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് തന്നെ പ്രാർത്ഥിക്കുന്നു, ഒരു ദൈവത്തിലാക്കി തീർക്കണം, എല്ലാ പാപമെല്ലാം ക്ഷമിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ റൂമിനകത്ത് ഇരിക്കുമ്പോൾ അന്ന് സന്ധ്യയ്ക്ക് എൻ്റെ ഭർത്താവ് ജോലിക്ക് കടന്നു വന്നു. എന്നോടൊപ്പം കട്ടിലിൽ കിടന്ന് കിടക്കുക. ഞാൻ ഒരു ദർശനം, എനിക്ക് അറിഞ്ഞുകൂടാ ദർശനമാണെന്ന് അന്ന് കണ്ടത്. എൻ്റെ കട്ടിലിൻ്റെ കാലിൻ്റെ അവിടെ ഒരു ചെടിയും ചട്ടിയുമായിട്ട് വെച്ച് പൂത്ത് കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടതോടുകൂടെ എൻ്റെ ഹൃദയം മുറിഞ്ഞിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഹൃദയം പൊളന്നിരിക്കും പോലെയാണ് എൻ്റെ മനസ്സിൽ. അതനുസരിച്ച് അതിനോടനുബന്ധിച്ച രോഗമാണ് എനിക്കുണ്ടായിരുന്നത്. ഒറ്റ നിമിഷം കൊണ്ട് ഈ ഹൃദയത്തിൻ്റെ അവസ്ഥ അങ്ങ് മാറുവാനായിട്ട് തീർന്നു. എൻ്റെ ഹൃദയത്തിനകത്തും സ്തുതിയും സ്തോത്രം ഞാൻ അറിയാതെ അങ്ങ് ഇറങ്ങുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. അന്ന് വരെയും ഞാൻ TV എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, സീരിയലും സിനിമയും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടതിന് ശേഷം അന്ന് മുതൽ അതെല്ലാം മാറ്റി, ഇതല്ല വേറെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഇതെല്ലാം മായയാണെന്നുള്ള ചിന്ത എൻ്റെ ജീവിതത്തിൽ വന്നു. യേശുവിനെ തന്നെ ഈ കാഴ്ച എന്നെ പാടെ ഒരു നിമിഷം കൊണ്ടങ്ങ് മാറ്റുവാനിടയായി തീർന്നു. കർത്താവിനെ എല്ലാവരും TV കാണുമ്പോൾ ഞാൻ ഒരു ചുവരിനപ്പുറം ചെന്നിരുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം, എനിക്ക് സ്തുതിച്ചാലും മതി വരാത്ത ഒരു അനുഭവം അങ്ങനെ ഉണ്ടായി. അങ്ങനെ കൊടുക്കുക എൻ്റെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, ഇത്രയും സൗഖ്യമൊക്കെ വിടുതൽ തന്നല്ലോ, നീ ഒന്ന് പള്ളിയിൽ വന്ന് നിനക്ക് അനുഭവം പ്രാപിച്ചല്ലോ, പള്ളിയിൽ വരാൻ പറഞ്ഞു. അങ്ങനെ എന്നെ പള്ളിയിലോട്ട് വിളിച്ചു. ഞാൻ പള്ളിയിൽ ചെന്ന് അന്ന് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ തലയിൽ വന്ന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. എന്നോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ എൻ്റെ രോഗമെല്ലാം അതോടുകൂടെ അങ്ങ് മാറുവാനിടയായി തീർന്നു. പിന്നെ അസുഖങ്ങൾ എനിക്കധികം വന്നിട്ടില്ല.
അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ ഞാൻ എൻ്റെ ചിന്ത ഇങ്ങനെയായിരുന്നു, ദൈവമില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അത്ഭുതം നടക്കില്ല എന്നൊരു ചിന്ത എൻ്റെ ജീവിതത്തിൽ വന്ന് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. എന്താണ് സത്യം, ദൈവം ആരാണെന്നുള്ള വ്യക്തമായ അറിവ് എനിക്ക് വേണമെന്നുള്ളൊരാഗ്രഹത്തോടെ ദൈവസേനയെ പ്രാർത്ഥിച്ച് ഒരു 2-3 ദിവസം വീണ്ടും പകൽ മുഴുവനും പ്രാർത്ഥിക്കും ഇരുന്ന്. ആഹാരം വെടിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച സമയമാണതൊക്കെ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം രാത്രി 2 മണിയായപ്പോൾ, ആരെ വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല, അന്ന് ഞാൻ കത്തോലിക്ക ചർച്ചിലാണ് പോകുന്നത്. വെട്ടുകാട് പള്ളിയിലെല്ലാം പോയി അവിടെ മെഴുകുതിരി കത്തിച്ച് അവിടെ ഇരുന്ന് മാസത്തിലൊരു ദിവസം പോകും, എല്ലാ വെള്ളിയാഴ്ചയും. അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ആരെ വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല, ഭയങ്കര ശബ്ദത്തോടുകൂടെ ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കേട്ട് ആകാശത്ത് ഇടിനാദം കേൾക്കുന്നത് പോലൊരു ശബ്ദമാണ് കേട്ടത്. ഈ വീടെല്ലാം അങ്ങ് അലച്ച് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. അത്ര ശബ്ദത്തോട് എന്നോട് സംസാരിച്ചു. കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. ഈ ശബ്ദം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ചാടി എണീറ്റിരുന്നപ്പോൾ ബാക്കി എല്ലാവരും നല്ല ഉറക്കം. ഞാനിങ്ങനെ ഈ ശബ്ദം കേട്ട് ഭയങ്കര പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമൊക്കെ ഞാൻ കേൾക്കുവാനായി തീർന്നു. പിന്നെയും കിടന്നുറങ്ങി. പ്രഭാതത്തിൽ വീണ്ടും എണീറ്റപ്പോൾ ഇതേ ശബ്ദം എൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് സംസാരിക്കുന്നു, കർത്താവ് യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് രക്ഷ പ്രാപിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നീ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നും പറഞ്ഞപ്പോൾ ആ കുടുംബവും കൂടെ ദൈവഭാഗത്ത് വരണമല്ലോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. വീണ്ടും ദൈവം എന്നോട് നിരന്തരം ദൈവം സംസാരിപ്പാനായിട്ട് തുടങ്ങി. അന്ന് മുതൽ എല്ലാ ദിവസവും ഞാൻ എണീക്കുമ്പോൾ ഒരു വാക്യം ദൈവം എന്നോട് സംസാരിക്കും, കിടക്കുമ്പോൾ ഒരു വാക്യം സംസാരിക്കും. ഇതെല്ലാം ബൈബിളിൽ നിന്ന് നോക്കി തിരിച്ചും ബൈബിളിലെ ഏകദേശ കാര്യങ്ങൾ ദൈവം പറഞ്ഞു തരുന്ന വചനങ്ങൾ നോക്കി പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അതിൻ്റെ അകത്തല്ലേ ഓരോ അനുഭവങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒരു കഷ്ടതയും പ്രയാസവും എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം ഉണ്ടായിരുന്നു, അപ്പോഴും ആ സമയത്തും ഉണ്ടായിരുന്നു. ഞാൻ വിശ്വാസത്തിൽ കടന്നു വന്നപ്പോൾ ഒരു പറഞ്ഞാൽ ധാരാളമുണ്ട്, അതൊന്നും പറയാൻ പറ്റില്ല. കൺവെൻഷനിൽ കടന്നു പോയിട്ട് വന്നപ്പോൾ മദ്യപിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്ന് നിൽക്കുന്ന ഒരു അനുഭവം. ഞാനൊന്നും മിണ്ടിയില്ല, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് പോലെ നോക്കി അന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു, മദ്യപാനം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ദൂതനെ വിടുന്നത് വലത് ഭാഗത്ത് വിടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ മദ്യപാനം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും 15 വർഷം കൊണ്ടുള്ള മദ്യപാനം ഒരു ദിവസം കൊണ്ട് മാറിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴും ദൈവം എന്നോട് സംസാരിച്ചു, മദ്യപാനം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ ഞാൻ സംസാരിച്ചു, ഇനി കുടിക്കാനായിട്ട് കഴിയില്ല, ദൈവദൂതൻ നിൽക്കുന്നത് ഞാൻ കണ്ടെന്ന് പറഞ്ഞു. എൻ്റെ പൈസയ്ക്ക് കുടിക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെന്ന് ചോദിക്കും എപ്പോഴും. അങ്ങനെ എല്ലാ ദിവസവും പോകുന്ന ആൾ അതേ പണി തിരിച്ചു വരും, വയറുവേദനയായിട്ട് തിരിച്ചു വരും. 2 മാസം അങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, തീരുമാനം എടുക്കാൻ പറഞ്ഞു, ദൈവം ദോഷം ചെയ്യും, ഇനി മദ്യപിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ആ തീരുമാനം എടുത്തു കാണണം. അന്ന് മുതൽ ഇന്ന് വരെയും ആ ഭാഗത്തേക്ക് ഇതൊന്നും മാറ്റുവാനായിട്ട് ഒരു വ്യക്തിക്കും കഴിയുന്ന കാര്യങ്ങളല്ല. വേറെയും കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം എന്ന് വെച്ചാൽ ദൈവം മാറ്റിയിട്ട് ദൈവം എന്നോട് പറയും. സംശയം എനിക്ക് ജീവിതത്തിൽ കടന്നു വന്നാൽ ഉടനെ ദൈവം എന്നോട് സംസാരിക്കും, ദൈവം മാറ്റിയത് നീ സംശയത്തോട് നോക്കരുതെന്ന് പറയും. അനേക അനുഭവങ്ങളില്ല തന്നിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം ദൈവം മാറ്റി തന്നത്. ഒരു ദിവസം ഭാരത്തോടെ പ്രയാസത്തോടെ ഈ ഇറയത്ത് ഒരു കസേരയിൽ ഞാൻ സന്ധ്യാസമയത്ത് അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മുമ്പിൽ 2 തീത്തൂൺ കാലിങ്ങനെ നടക്കുന്നത് എൻ്റെ കണ്ണിൽ ഇന്നും അതുണ്ട്. 2 തീത്തൂൺ പോലത്തെ എൻ്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്നിട്ട് വെള്ളോടിന് സദൃശ്യമായി കാലെൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തന്നു. പക്ഷേ ഇതെല്ലാം കാണുമ്പോഴും അനേക പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയ അനുഭവങ്ങളാണ്. ഓരോ ദിവസവും ഓരോ അനുഭവങ്ങൾ ദൈവം എന്നെ നടത്തും. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭവനത്തിനകത്ത് ഇരുന്നപ്പോൾ തന്നെ സമയം നോക്കാതെ ഞാൻ അഭിഷേകം പ്രാപിച്ചതും ഈ ഭവനത്തിനകത്ത് വെച്ചാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്യഭാഷ അടയാളത്തോടുകൂടെ ഞാൻ അഭിഷേകത്തിൽ ആരാധിപ്പാൻ തുടങ്ങി. എന്നോട് തന്നെ പ്രവചിക്കുന്ന ഒരു അനുഭവം അന്ന് ഇവിടെ വെച്ചുണ്ടായി. കാരണം പള്ളിയിൽ പോകുന്ന മുഖാന്തരം അല്ലാതെ ഭവനത്തിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഈ ഒരു വിഷയത്തിന് മാറിയപ്പോൾ അടുത്ത വിഷയത്തിനെന്ന പോലെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അനേക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനെല്ലാം ദൈവം ഓരോ വിഷയത്തിലൂടെ മറുപടിയിൽ തന്ന് ദൈവം എന്നെ നടത്തുവാനിടയായിത്തീർന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ റൂമിനകത്തൂടെ അനേക പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ പായിട്ടിരുന്നു. അനേക പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടന്ന് പ്രാർത്ഥിച്ച് ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് അടുത്ത് കാൽ വെച്ചത് ഞാൻ വെള്ളത്തിൻ്റെ പുറത്താണ് കാൽ വെച്ചത്. ഭയങ്കരമായ പൊക്കത്തിൽ ഇങ്ങനെ വെള്ളം പൊങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇങ്ങനെ യാത്ര ചെയ്ത് നടന്ന് അന്യഭാഷയിൽ ആരാധിച്ച് മണിക്കൂറോളം കഴിഞ്ഞ ശേഷം ഒരു സമയത്ത് ഈ കാലെടുത്ത് വച്ചതും വെള്ളത്തിനകത്താണ്. ഞാൻ അന്തം വിട്ട് ഇവിടെ നിന്ന് ഈ വെള്ളം പൊങ്ങുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഈ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അന്ന് പ്രാർത്ഥനയ്ക്ക് സ്വാതന്ത്ര്യമില്ല, എനിക്കിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും കഴിയില്ല. ഇങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്താണ് പ്രാർത്ഥിക്കുന്നത്. ബൈക്കിൻ്റെ ശബ്ദം കേട്ടു. ഞാൻ ഓടി വന്ന് അടുക്കളയിൽ ഒരു വലിയ സ്പോഞ്ച് കിടന്നു. അതിലൊന്ന് ഈ വെള്ളം ഒരു പാത്രം വെള്ളം ഞാനിങ്ങനെ പിഴിഞ്ഞെല്ലാം ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ ചെന്ന് വാതിൽ തുറന്നത്.
തിരിച്ചു വന്നിട്ട് ഞാനിങ്ങനെ ഈ വിഷയം ഇതെങ്ങനെ സംഭവിച്ചു, ഇവിടെ വെള്ളം എങ്ങനെ വന്നെന്ന് ചിന്തിച്ചുകൊണ്ടപ്പം ദൈവം ഒരു വചനം എനിക്ക് തന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം എൻ്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു എന്നുള്ളൊരു വചനം എനിക്ക് തന്നു. ഇത് ദൈവം തന്നതാണെന്നുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അപ്പോൾ മനസ്സിലാകാൻ ഇടയായിത്തീർന്നു. ഇങ്ങനെ അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഓരോ ദിവസവും ദൈവം എനിക്ക് എന്തെങ്കിലും കാഴ്ചകളോ എന്തെങ്കിലും കാര്യങ്ങളോ ദൈവം തരും. അങ്ങനെ കടന്നുപോയി 2015 എൻ്റെ ജീവിതത്തിലൊരു മരണത്തിൻ്റെ അവസ്ഥ വന്നു. മരണാവസ്ഥ കടന്നു വന്നപ്പോൾ ഭയങ്കരമായ ഭാരം എനിക്കുണ്ടായി. കാരണം മരിച്ചു പോകുമെന്നുള്ള ഒരു 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 ഉറപ്പ് മനസ്സിനകത്തുണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും പാടുന്നത് മരണപ്പാട്ടാണ്, കാണുന്ന കാഴ്ചകളെല്ലാം മരണത്തിൻ്റെ കാഴ്ചകളാണ്. പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇവിടുന്ന് പോകുന്നതിൽ സന്തോഷം തന്നെയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഇങ്ങനെ തോന്നി, ആത്മീയ ഗോളത്തിൽ ഇത്രയും വിശ്വാസത്തിൽ നിന്നിട്ട് അനേകർക്ക് കൊണ്ട് ഒരു കൂട്ടം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വന്നപ്പോൾ തന്നെ ഒരു പ്രെയർ സെല്ലെല്ലാം രൂപീകരിക്കാനായിട്ടൊക്കെ കഴിഞ്ഞു. സഹോദരിമാരുടെ ഒരു ഭവനത്തിൽ കടന്നുപോയി പ്രാർത്ഥനയ്ക്കായി ഒരു ദർശനം തന്ന് കടന്നു പോയതാണ്. അവിടെ ചെന്ന് ആദ്യം വചനം പറഞ്ഞപ്പോൾ അവർ അംഗീകരിച്ചു. ബൈബിളൊക്കെ ചുട്ട വീടാണ്, തലേ ദിവസം അവിടെ ബൈബിൾ ചുട്ട വീടാണ്. അവിടെ ചെന്ന് അവരോട് സുവിശേഷമൊക്കെ പറഞ്ഞു. പിന്നീട് അടുത്ത ആഴ്ച ഞാൻ കടന്നുപോയപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്തതുപോലെ ഒന്ന് വിഷമിച്ച് അവിടെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഒരു വീട്ടിൽ 5-6 സഹോദരിമാർ ഒരുമിച്ചിരുന്നു. അവിടെ അവരോട് സുവിശേഷം പറഞ്ഞു. അവിടെ ഒരു സഹോദരി പറഞ്ഞു, എൻ്റെ ചെവി ഭയങ്കര ചോർച്ചിലാണ്, അതിന് ഇനി മരുന്ന് ചെയ്യാനൊന്നുമില്ല, ചേച്ചി പ്രാർത്ഥിച്ച് എനിക്ക് സുഖം കിട്ടുമെങ്കിൽ നമുക്കിവിടെ ഒരു പ്രാർത്ഥന തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അന്ന് കടന്നു പോകും. ചെവി ചൊറച്ചിൽ കുറയുമെങ്കിൽ പിറ്റേന്ന് തന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അവൾ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, എൻ്റെ ചെവിക്ക് ആ ചൊറിച്ചിലൊന്നും ഇതുവരെയും ചൊറഞ്ഞില്ല ചേച്ചി, നമുക്കൊരു പ്രാർത്ഥന ഇവിടെ വയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ആഴ്ച തൊട്ട് 2004 തൊട്ട് അവിടെ ഒരു പ്രാർത്ഥന തുടങ്ങുവാൻ ഇടയായിത്തീർന്നു. ആ പ്രയറിൽ അനേകം മക്കൾ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ഒരു തലമുറയില്ലാത്ത ഒരു കുഞ്ഞിന് തലമുറ കിട്ടുവാൻ ഇടയായിത്തീർന്നു. ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങളെല്ലാം അവിടെ ചെയ്തു. ആ പ്രയറിലൂടെ കുറേ പേർ ആലയത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ഇങ്ങനെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നുപോയി വരുന്ന സമയത്തും ദൈവത്തോട് കൂടുതൽ അടുക്കണമെന്നുള്ളൊരാഗ്രഹവും പ്രാർത്ഥനയൊക്കെയാണ്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് കുറേ 2015 എനിക്ക് എന്നെ ഒരു അസുഖം ഇങ്ങനെ കടന്നു വരുവാനായി തീർന്നത്. മരണത്തിൻ്റെ കെണിയിലങ്ങ് ഞാൻ അകപ്പെട്ടതുപോലെയായി. എപ്പോഴും മരണത്തിൻ്റെ ചിന്ത. മരിക്കാൻ എനിക്ക് ഭാരമില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നതാണ്, കുറേ സഹോദരിമാരിങ്ങനെ ഞാൻ പറയുന്നത് വിശ്വസിക്കുകയും ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ് അവരൊക്കെ വിശ്വാസത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ പറയും, പ്രാർത്ഥിക്കുന്ന ചേച്ചിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ചിന്തിക്കുമെന്ന് വിചാരിച്ച് എനിക്ക് ഈ മരണത്തിൽ നിന്ന് പുറത്തു വരണമെന്നൊരാഗ്രഹം ഭയങ്കരമായും ഉണ്ടായി. ഒരു ദിവസം രാത്രി മരണത്തിൻ്റെ ഭയങ്കര ഭീതിയായപ്പോൾ സാവു പാസ്റ്ററും രതീഷ് പാസ്റ്ററും കൂടെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മരണത്തിൻ്റെ ഭീതി ഭയങ്കരമായ എന്ന് വെച്ചാൽ അവസാന ഘട്ടം എത്തിയ കണക്കായി. എൻ്റെ മകൾ അപ്പോൾ അട്ടപ്പാടിയിലാണ്. അവരിവിടെ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ ഭാരപ്പെടുകയൊന്നും ചെയ്യരുത്, നിന്നെ ദൈവം കരം പിടിച്ചിട്ടുണ്ട്, നിൻ്റെ കാര്യമെല്ലാം ദൈവം നടത്തി തരും. അവൾക്കൊരു കുഞ്ഞില്ല, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ദൈവം നിൻ്റെ കാര്യം നടത്തിക്കൊള്ളും, എന്തെങ്കിലും ഭാരപ്പെടരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, അമ്മ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ ഒരു കാഴ്ച കണ്ടു, അമ്മ ഇങ്ങനെ ബോഡിയായിട്ട് പെട്ടിയിൽ വെച്ചിരിക്കുന്നതായിട്ട് ഒരു കാഴ്ച കണ്ടു. പിന്നെ സഭയിൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാനിത് എൻ്റെ മരണം ഉറപ്പാക്കി. അന്ന് രാത്രി ഞാനിതല്ല വീണ്ടും ദൈവസേന പ്രാർത്ഥിച്ചു, ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ നീ വിളിച്ച നാൾ മുതൽ ഇന്ന് വരെയും നിൻ്റെ വേലയിൽ നീ പറഞ്ഞിരുന്നിടത്തൊക്കെ ഞാൻ കടന്നുപോയി പ്രാർത്ഥിച്ചു, നിനക്ക് പ്രസാദമുള്ളത് ഞാൻ ചെയ്തു എന്ന് നീ ഒന്നും ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസേനയിൽ ശക്തിയായി പ്രാർത്ഥിപ്പാനിടയെ തീർന്നു. പ്രാർത്ഥിച്ച് ഒരു 2 മണി എല്ലാ ദിവസവും 2 മണിക്കൊക്കെ പ്രാർത്ഥിക്കാൻ എണീക്കും. 2, 4, 5 മണി വരെയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അങ്ങനെ 5 മണിയായപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു ഇക്കിള് വന്നു, പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു ഇക്കിള്. വെള്ളം കുടിച്ചിട്ട് മാറുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല. മരിക്കും എന്നുള്ള ഒരു ഉറപ്പായപ്പോൾ ഞാൻ ചെന്ന് എന്തായാലും മരിക്കും, മരണം നിശ്ചയം തന്നെ എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് കിടക്കുവാനിടയിൽ തീർന്നു. കിടന്ന് 1 സെക്കൻഡ് കഴിഞ്ഞില്ല, അതിനുമുമ്പേ ഞാനൊരു കാഴ്ച കാണുന്നു. എൻ്റെ മുമ്പിൽ ഭയങ്കരമായി തീ കോളം ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്നു. ഒരു പുസ്തകം ഇതിനകത്ത് ഈ തീ കോളത്തിനകത്ത് ഇങ്ങനെ ഇടുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവിനോട് സംസാരിച്ചു, ഇത് സംഹാരദൂതനെ ദൈവം നശിപ്പിക്കുകയാണ്, ദൈവത്തിന് നന്ദി പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ കിടന്നുകൊണ്ട് തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞു. ആ സംഹാരദൂതനെ ദൈവം നശിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിപ്പാനിടയായിരുന്നു. ഇങ്ങനെ അനേക അനുഭവങ്ങളിലൂടെ എനിക്കിങ്ങനെ കടന്നു പോകാനായിട്ടായിരുന്നു. ഓരോ അനുഭവവും ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത് പോലെയല്ല ഓരോ അനുഭവങ്ങളാണ് എന്നെ പിടിച്ചു നിർത്തിയത് ദൈവസന്നിധിയിൽ. അങ്ങനെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു വന്ന് 2008 ഞാൻ 1999 ഡിസംബറിലാണ് ആദ്യമായി ആലയത്തിൽ കടന്നു പോകുന്നത്. ഡിസംബർ 22 ആയപ്പോൾ ഒരു ആത്മാഭിഷേകം എൻ്റെ മേൽ കടന്നു വന്നു.
പോകുന്നു. പെട്ടെന്ന് ദൈവം കാര്യങ്ങൾ എനിക്ക് ചെയ്തു എന്ന് വെച്ചാൽ നല്ലൊരു സമർപ്പണത്തോടെയാണ് ദൈവസന്നിധിയിൽ നിന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ ആലയത്തിൽ കടന്നു പോകുമ്പോൾ അന്നൊരു വരദ സിസ്റ്റർ എന്നെ പ്രസംഗിക്കുകയായിരുന്നു. വരദ സിസ്റ്റർ എന്നോട് ഇങ്ങനെ സംസാരിപ്പാൻ ഇടയായി തീർന്നു. ഇത് തീക്കളിയാണ്, എടുത്ത് ചാടുന്നത് സൂക്ഷിച്ച് വേണം ചാടാനെന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം തന്ന അനുഭവങ്ങളെല്ലാം എനിക്ക് വിളിച്ച് പറയണമെന്നൊരാഗ്രഹത്തോടെയാണ് അന്നും അവിടെ ഇരുന്നത്. പക്ഷേ ഇത് തീക്കളിയാണെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുള്ളൊരാഗ്രഹത്തോടെ ശക്തമായി മുന്നോട്ട് തന്നെ കടന്നു പോകാൻ ഇടയായി തീർന്നു. ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും ദൈവം സംശയം ചോദിക്കുന്നതിനെല്ലാം ദൈവം മറുപടി തരികയും ഓരോ വചനം തന്നെ എന്നെ ആശ്വസിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ വരി തന്നെ എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ അങ്ങനെയെല്ലാം മുമ്പോട്ട് കടന്നു പോകുമ്പോഴും ഓരോ ഭാഗത്തും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും കഷ്ടവും നഷ്ടവും എല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സന്തോഷമാണ്. ആർപ്പിൻ്റെ സന്തോഷം പോലെയാണ് ദൈവസന്നിധിയിൽ ഉള്ളത്. എനിക്ക് വേദന പ്രയാസം വരുന്ന എൻ്റെ ഹൃദയത്തെ തൊടാതെ വണ്ണം ഏത് വിഷയത്തിൻ്റെ അകത്തും ഹൃദയത്തിലൊന്ന് സ്പർശിക്കാതെ വണ്ണം ദൈവം മാറ്റി വിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ പകർന്നുകൊണ്ട് എനിക്ക് കഴിയാത്ത കാര്യങ്ങളെല്ലാം ദൈവദൂതനെ നിർത്തി എനിക്ക് വേണ്ടി ചെയ്തുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിനകത്തുണ്ട്. ഇന്നും എൻ്റെ ഹൃദയത്തിനകത്ത് ഓർമ്മയുണ്ട്. എനിക്ക് കഴിയാത്ത കാര്യങ്ങൾ, എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ദൈവദൂതൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കാഴ്ച കാണും. ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ കടന്നുപോയിട്ട് വരുമ്പോൾ ഒരു ദിവസം കടന്നുപോയിട്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വലിയൊരു മൃഗം എൻ്റെ ഭവനത്തിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. ഉടനെ ദൈവദൂതൻ ഈ മൃഗത്തിൻ്റെ ഇടയിലും എൻ്റെ ഇടയിലും നിർത്തി എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം, ആത്മീയ കാഴ്ചകളും അനുഭവങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ ദൈവം ഈ മരണത്തിൽ നിന്നെല്ലാം എന്നെ ദൈവം വിടുവിച്ചു, പ്രതികൂലത്തെല്ലാം വിടുവിച്ചു, കഷ്ടമെല്ലാം ദൈവം വിടുവിച്ചു. ഇന്നും ക്ഷേമത്തോടെ ദൈവം നടത്തുന്നു. പ്രവർത്തന മേഖലയിൽ ഞാൻ കടന്നു പോകുമ്പോഴെല്ലാം എൻ്റെ ഭർത്താവ് ട്രാൻസ്പോർട്ട് ജോലിയായിരുന്നു. ജോലിക്ക് പോകുന്ന സമയത്താണ് ഞാൻ ദൈവവേല ചെയ്യുന്നത്. ആ ഉച്ചയ്ക്ക് കടന്നു പോകുന്ന സമയത്തെല്ലാം ദേശത്തിറങ്ങി പ്രവർത്തിക്കുകയും പ്രയർ സെല്ലുകൾ നടത്തുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നു. ദൂരദേശങ്ങളിലെല്ലാം ദൈവം കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോൾ ഞങ്ങൾ ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലി ലേഡീസിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സംഘടനയ്ക്കകത്ത് തന്നെ ഏകദേശം സഭകളിലെല്ലാം കടന്നുപോയി, നമ്മുടെ സെൻറ്ററിലെ എല്ലാ സഭകളിലും കടന്നുപോയി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനം ഘോഷിപ്പാനും തക്കവണ്ണം ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ എൻ്റെ 2 മക്കളുണ്ട്, മരുമക്കളുണ്ട്. മരുമക്കളെയും ദൈവസ്നേഹത്തുള്ള മക്കളെ തന്നെയാണ് ഞങ്ങൾക്ക് തന്നത്. ദൈവസ്നേഹത്തിൽ തന്നെ അവരെല്ലാവരും നിലനിൽക്കുകയും ചെയ്യുന്നു. ആ ദൈവത്തിൻ്റെ കൃപയിൽ തന്നെ എല്ലാവരും ആശ്രയിച്ച് ഇന്നും ദൈവത്തെ ആരാധിച്ച് ഞങ്ങൾ ജീവിക്കുന്നു. ഇനിയും എത്രയും കാലം ഇനിയും ദൈവം തരുമോ അത്രയും കാലം ദൈവത്തിന് വേണ്ടി തന്നെ ജീവിക്കുന്നതെന്നുള്ള ആഗ്രഹവും താല്പര്യമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് ഇനിയും ദൈവം നടത്തും എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും സമയം ഞാൻ ദൈവം തന്ന അനുഭവങ്ങളും ദൈവം തന്ന സാക്ഷ്യങ്ങളുമാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇനി ഇതുപോലെ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, മദ്യപാനത്താലോ കുടുംബ പ്രശ്നങ്ങളാലോ ഭർത്താക്കന്മാരുടെ പ്രതികൂലങ്ങളാലോ ജീവിതങ്ങൾ അനുഭവിക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ ഈ ദൈവവചനം നിങ്ങൾക്കത് പ്രയോജനമായി തീരട്ടെ. ദൈവം ഓരോ ദിവസവും നടത്തിയ വിധങ്ങളാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഓരോ ദിവസം ഓരോ കഷ്ടതയിലും ദൈവം സൂക്ഷിച്ച വിധങ്ങൾക്കാണ് ഞാൻ ഇതുവരെയും സംസാരിച്ചു കൊണ്ടിരുന്നത്. ഓരോ പ്രതികൂലത്തിൻ്റെ മധ്യം ദൈവം ആശ്വാസമായി ഇറങ്ങി വന്ന് സമാധാനിപ്പിച്ച ഒരു വിധങ്ങൾ അനേകമാണ്. അതുകൊണ്ട് ആരെങ്കിലും ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ, ഞാൻ വിശ്വാസത്തിൽ കടന്നു വന്ന് ഞാൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണെന്ന് പറഞ്ഞല്ലോ, ഞാൻ പിന്നെ എൻ്റെ ജീവിതത്തിൽ അത് മാറി വരാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ തിരുവചനങ്ങൾ വായിച്ചപ്പോൾ, ബൈബിൾ വായിച്ചപ്പോൾ, ആവർത്തന പുസ്തകം 4:16 തൊട്ട് വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഒരു വിഗ്രഹത്തെയും നിങ്ങൾ നമസ്കരിക്കാനായിട്ട് പാടില്ല. ദൈവത്തിൻ്റെ രൂപമൊന്നും ആരും കണ്ടിട്ടില്ല. ഒരു മത്സ്യത്തിൻ്റെയോ ഒരു മൃഗത്തിൻ്റെയോ ഒരു സ്ത്രീയുടെയോ ഒരു പുരുഷൻ്റെയോ യാതിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കി നിങ്ങൾ നമസ്കരിക്കരുതെന്ന് തിരുവചനം പറയുന്നു. അതിന് പ്രകാരമാണ് ഇത് തെറ്റാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനും അതിൽ നിന്നും മാറി സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനും തക്കവണ്ണം ദൈവസന്നിധിയിൽ സമർപ്പിപ്പാൻ ഇടയായിത്തീർന്നത്. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണമെന്നുള്ള വ്യവസ്ഥ ദൈവവചന പ്രകാരമുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ കൈവേലയായ വിഗ്രഹത്തെ നമസ്കരിക്കരുതെന്ന് തിരുവചനം പറയുമ്പോൾ നമ്മൾ അതിൽ നമസ്കരിച്ചാൽ ദൈവത്തിൻ്റെ കോപം ഭവനങ്ങളിൽ ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. ആ കോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ദൈവം, ജീവിക്കുന്ന ദൈവം, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവ് എൻ്റെ പ്രശ്നങ്ങളിൽ ഇറങ്ങി വന്ന് ഇടപെടുവാനും അതിൽ നിന്നെല്ലാം വിജയം തരുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്കും പരിഹാരം തരുവാൻ ദൈവം ശക്തനാണ്. ആരെങ്കിലും ഈ ശബ്ദം ശ്രമിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ജീവിക്കുന്ന കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ തക്കവണ്ണം ഏവരെയും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയെ വിരമിച്ചു.